നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നലെ ആയിരുന്നു ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. വളരെ വിവാദങ്ങൾക്കൊന്നും തന്നെ വഴിവെക്കാതെയും വളരെ സൗകര്യപൂർവ്വം തന്നെ പൊങ്കാലയിടാൻ വന്ന അമ്മമാർക്കും സ്ത്രീകൾക്കൊക്കെ തന്നെ അത് പൊങ്കാല നല്ല രീതിയിൽ തന്നെ ഇടാൻ സാധിച്ച് വീടുകളിലേക്ക് മടങ്ങാൻ സാധിച്ചു. എന്നാൽ ഇപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ പൊട്ടിത്തെറികളൊക്കെ തന്നെ ഓരോ സൈഡിൽ നിന്ന് ഉയരുന്നുണ്ട്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷമുള്ള ഇഷ്ടിക ശേഖരിച്ച് ഭവന നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദ്ധതി പിന്തുടരാൻ തീരുമാനിച്ച കോർപ്പറേഷൻ നടപടിയിലാണ് പ്രതികരണവുമായി വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് ഇപ്പോൾ രംഗത്ത് വരുന്നത്. തങ്ങളുടെ ഭരണകാലത്ത് പദ്ധതി ആരംഭിച്ച നാൾ മുതൽ അതിനെ എതിർത്തവർ അധികാരത്തിലേറിയപ്പോൾ അത് പിന്തുടരുന്നത് നല്ല കാര്യമാണെന്നും VK പ്രശാന്ത് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ ശേഖരിച്ച് സർക്കാർ ഭവന പദ്ധതിയിലെ നിർധന കുടുംബങ്ങൾക്ക് നൽകുന്ന പദ്ധതി ആരംഭിച്ചത് 2018 തന്റെ ഭരണകാലത്താണെന്നും പിന്നീട് ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള നഗരസഭാ കൗൺസിൽ പദ്ധതി പിന്തുടരുകയായിരുന്നെന്നും VK പ്രശാന്ത് കുറിച്ചു. ഇതിലൂടെ 100-ലധികം കുടുംബങ്ങൾക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായെന്നും VK പ്രശാന്ത് പറഞ്ഞു. കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. കല്ല് ശേഖരിക്കുന്ന പദ്ധതികളൊക്കെ 2018 മേയറായിരിക്കെ തുടങ്ങിയ പദ്ധതികളാണ്. തിരുവനന്തപുരം നഗരസഭ മേയറായിരുന്ന വേളയിൽ 2018 ആറ്റുകാൽ പൊങ്കാലയിൽ ഉപയോഗിച്ച ഇഷ്ടികകൾ ശേഖരിച്ച് സർക്കാർ ഭവന പദ്ധതിയിലെ ഗുണഭോക്താക്കളായ നിർധന കുടുംബാംഗങ്ങൾക്ക് ലഭ്യമാക്കാൻ ആരംഭിച്ച പദ്ധതി പിന്നീട് വന്ന ശ്രീമതി ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള നഗരസഭാ കൗൺസിലും പിന്തുടർന്നു. ഇതിലൂടെ 100-ലധികം കുടുംബങ്ങൾക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് സഹായം എത്തിക്കാനായി. ഈ പദ്ധതി ആരംഭിച്ച കാലം മുതൽ അതിനെ എതിർത്ത് വന്നവർ ഇപ്പോൾ നഗരസഭ ഭരണത്തിലെത്തിയപ്പോൾ പദ്ധതി തുടരാൻ തീരുമാനിച്ചു എന്നറിയുന്നു. നല്ല കാര്യം. ഏതായാലും ഈ കമന്റ്സ് ആണ് ഇപ്പോൾ VK പ്രശാന്ത് പങ്കുവച്ചിരിക്കുന്നതും അതും ആ സമയത്തുണ്ടായിരുന്ന ആര്യ രാജേന്ദ്രന്റെ ഭരണകാലത്തുണ്ടായിരുന്ന ചില പത്രക്കുറിപ്പുകളുടെ ചിത്ര സഹിതമാണ് ഈ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. എന്നാൽ ചിലർ അതിൽ കമന്റ് ചെയ്തിരിക്കുന്നത് ഇത്രയും കാലം കഴിഞ്ഞ ഭരണസമിതി പിന്തുടർന്ന കാര്യം പിന്തുടർന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ്. ചില ആളുകൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തെറ്റാണെന്ന് പറഞ്ഞ് അത് നല്ല കാര്യം ആണോ എന്നോ നോക്കട്ടെ എന്ന് പറഞ്ഞ് പരീക്ഷിച്ച് നോക്കട്ടെ. അവർ നിങ്ങൾ കൊണ്ടുവന്ന പദ്ധതി അല്ല എന്നൊന്നും ആരും പറഞ്ഞില്ലല്ലോ, എന്തിനാ കരയുന്നേ? കമ്പ്യൂട്ടർ വന്നാൽ ആളുകളുടെ പണി പോകുമെന്ന് പറഞ്ഞിരുന്നവരല്ലേ നിങ്ങൾ ഇപ്പോഴും കമ്പ്യൂട്ടർ ഉപയോഗിക്കാറില്ലേ, അതോ വായുവിൽ എഴുതി കൂട്ടുവാണോ ചെയ്യുന്നത് എന്നാണ്. അതായത് കഴിഞ്ഞ ഭരണസമിതി കൊണ്ടുവന്നത് തന്നെയാണ്, അതിനെതിർത്തു എന്നും അവർ കൊണ്ടുവന്ന പദ്ധതിയല്ല എന്നൊന്നും ഇപ്പോഴത്തെ കോർപ്പറേഷൻ ഭരണസമിതി പറഞ്ഞിട്ടില്ല. അവർ അത് പിന്തുടരുകയാണ് ചെയ്യുന്നത് എന്നാണ്. നല്ല കാര്യങ്ങൾ തുടർന്നു വരുന്ന ഭരണകർത്താക്കൾ തുടരുന്നതിൽ താങ്കൾക്ക് പ്രയാസമുണ്ടോ? അതോ നിങ്ങൾ തുടങ്ങി എന്ന് പറഞ്ഞ് ഇപ്പോൾ ഭരിക്കുന്നവർ അത് നിർത്തണമെന്നുണ്ടോ? ഭക്തലക്ഷങ്ങളാണ് ആറ്റുകാൽ പൊങ്കാല ദിവസം ദേവി ഒരു നോക്ക് കാണാനായി അനന്തപുരിയിൽ എത്തുന്നത്. എല്ലാ സൗകര്യങ്ങളും തയ്യാറാക്കി കോർപ്പറേഷനും വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തന മികവ് തന്നെയാണ് മുൻപോട്ട് വെച്ചത്. വെള്ളം ലഭിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ ആറ്റുകാൽ പൊങ്കാലയുടെ തലേ ദിവസം വരെ ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ തന്നെ വളരെ വേഗത്തിൽ പരിഹരിക്കാനായിട്ട് കോർപ്പറേഷൻ നടപടികൾ ആരംഭിച്ചിരുന്നു. കടുത്ത ചൂടും പുകയും വകവയ്ക്കാതെ ദേവീ ദർശനത്തിനായി അന്യ ജില്ലകളിൽ നിന്ന് പോലും ഭക്തർ വരാറുണ്ട്. പണ്ടാരടുപ്പിൽ തീ കൊളുത്തുമ്പോൾ സമീപത്ത് നിൽക്കുന്ന പലരും ദേവി സ്തുതികൾ ചൊല്ലി കൈകൂപ്പാറുണ്ട്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നൊരു ദൃശ്യം, ദേവസ്വം മന്ത്രിയായിട്ട് പോലും അതിന് മുതിരാതെ വെറും കാഴ്ചക്കാരനായാണ് മന്ത്രി വാസവൻ ആറ്റുകാൽ ക്ഷേത്ര നടയിലെത്തിയത്. കൂട്ടിന് മന്ത്രിമാരായ ശിവൻകുട്ടി, GR അനിൽ എന്നിവരും ഉണ്ടായിരുന്നു. ഇവർക്ക് സമീപത്ത് നിന്ന മേയർ രാജേഷ്, BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്നിവർ തൊഴുകൈകളുമായി നിൽക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. തോളിൽ കൈയിട്ട് കാഴ്ച കാണാൻ എത്തിയവരെ പോലെ ഭക്തരെ പുച്ഛിച്ചാണ് മന്ത്രിമാർ ക്ഷേത്ര പരിസരത്ത് നിന്നത്. മന്ത്രി വാസവൻ മുൻപ് ശബരിമലയിലും ഇതേ രീതിയിലാണ് പെരുമാറിയിട്ടുള്ളത്. ഇത്തവണ ആറ്റുകാലും ഇതേ രീതി പിന്തുടർന്നതോടെ മന്ത്രിമാർ എന്തിനാണ് വന്നതെന്ന ചോദ്യവും ഉയർന്നു. ഈ 3 പേർ ഒരുമാതിരി കോളേജ് പിള്ളേർ വായി നോക്കാൻ നിൽക്കുന്നത് പോലെ വന്ന് നിൽക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് വിശ്വാസമോ ബഹുമാനമോ ഇല്ലെങ്കിൽ ഒരു വശത്തേക്ക് മാറി നിൽക്കരുതോ? മറ്റുള്ളവരെങ്കിലും തൊഴിലേ എന്നാണ് അവരെ പരിഹസിച്ച് യുവരാജ് ഗോകുൽ പങ്കുവെച്ച പോസ്റ്റ്. പലരും ശക്തമായ വിമർശനങ്ങളാണ് ഇവർക്കെതിരെ ഉന്നയിക്കുന്നത്. SSLC ബുക്കിൽ ഹിന്ദു എന്ന് എഴുതി വെച്ചാൽ ഹിന്ദു ആവില്ല, അതിന് നട്ടെല്ല് വേണം, ഇനി ആറ്റുകാലാണോ ലക്ഷ്യം എന്നിങ്ങനെയാണ് ചില കമന്റുകളും ഉയരുന്നത്. ഏതായാലും ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞതിന് ശേഷം തന്നെ വളരെ വേഗത്തിൽ അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നഗരം ക്ലീൻ ആക്കാൻ മേയറും അതുപോലെ തന്നെ കോർപ്പറേഷൻ ഭരണസമിതിയിലെ മറ്റു അംഗങ്ങളെല്ലാം ഒന്നിച്ചു നിൽക്കുന്ന കാഴ്ച കാണാനായിട്ട് സാധിച്ചു.
എല്ലാവരും വളരെ കൃത്യതയോടു കൂടി തന്നെ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെയാണ് ക്ലീൻ ആയിട്ടുള്ള ഒരു തിരുവനന്തപുരം സിറ്റി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം കാണാനായിട്ട് സാധിച്ചത്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള വിവാദങ്ങൾ ഓരോ കോണിൽ നിന്നും പൊട്ടി പുറപ്പെടുന്ന കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നത്.